പരിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെയാണ് ഓരോ ആരാധനാ കർമ്മങ്ങളും പഠിപ്പിക്കുന്നത്. അവക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആയത്തുകൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അത് മനുഷ്യനെ തിന്മകളിൽ നിന്ന് തടയുന്നതാണ്. നമസ്കാരം മനുഷ്യനെ ഫഹ്ശാകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് സുരക്ഷിതനാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ചില ആയത്തിൽ കാണാൻ സാധിക്കും, അത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കാൻ വേണ്ടിയാണ് അതിന്റെ ആ ഗുണം ആ നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടണം എന്നർത്ഥം. സകാത്തിനെ പറ്റി പറഞ്ഞ ആയത്തിൽ കാണാൻ സാധിക്കും, നിങ്ങൾ സമ്പന്നന്മാരിൽ നിന്ന് ആ സകാത്ത് സ്വീകരിക്കണം, എന്നിട്ട് പാവപ്പെട്ട മനുഷ്യരിലേക്ക് അത് കൊടുക്കണം. അത് ശുദ്ധിയാക്കാനും മനുഷ്യനെ സംസ്കരിക്കാനും വേണ്ടിയാണ് ആ സകാത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. കുറച്ചൊരു പൈസ കൊടുക്കുന്നതോട് കൂടിയിട്ട് എന്താണ് ഇത്ര വലിയ മാറ്റം ഉണ്ടാകുക സമൂഹത്തിൽ? ഒരു സംസ്കരണ പ്രക്രിയ നടക്കുമെന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതുപോലെയാണ് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്ത ആ വാക്കാണ് ഒരു റമദാനിന്റെ മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് ഈ നോമ്പ്. റമദാൻ മാസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട തത്വമാണ്, എന്തൊരു കാര്യം വെച്ചിട്ടാണോ ഉദ്ദേശിച്ചിട്ടാണോ അള്ളാഹു ഒരു നോമ്പിന് നിർബന്ധമാക്കി തന്നതെങ്കിൽ ആ ലക്ഷ്യമാണ് നമ്മൾ സാധൂകരിക്കാൻ ശ്രമിക്കേണ്ടത്. തഖ്വയുണ്ടാവുക, ഭക്തി ഉണ്ടാവുക, പടച്ചോനെ പേടി ഉണ്ടാവുക, ഖുശൂ ഉണ്ടാവുക, പരലോക പേടി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരാളുടെ മനസ്സിലാണത് കുടിക്കൊള്ളുക. തഖ്വ ഹാഹുന എന്ന് പറഞ്ഞുകൊണ്ട് സ്വദറിലേക്ക്, നെഞ്ചകത്തേക്ക് ചൂണ്ടിക്കാണിച്ച് നബി തങ്ങൾ പറയണ്ടായി. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, ഇന്ന് തന്നെ ഇപ്പൊ അങ്ങനെ ഒരുങ്ങണോ, ഇപ്പൊ തന്നെ അങ്ങനെ ഒരുങ്ങണോ, തഖ്വയൊക്കെ നേരത്തെ ശേഖരിക്കണോ, വേണം. ഇന്ന് ജീവനോടെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നാളെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. നീ ഇന്ന് തഖ്വ ശേഖരിച്ചോ, രാത്രി നാളെ നേരം വെളുക്കുമ്പോൾ നീ ജീവനോടെ ഉണ്ടാകുമോ എന്ന് നിനക്കറിയൂല. നാളെ നമ്മൾ ഉണ്ടെന്നെങ്കിൽ നമുക്ക് നാളെ നന്നാക്കാൻ പറ്റുള്ളൂ. മനുഷ്യന്റെ ജീവിതം എത്ര പെട്ടെന്നായിരിക്കും അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ സഹോദരൻ പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു ബന്ധു 36 വയസ്സ് ആശുപത്രിയിലെത്തി. രോഗത്തിന് വേണ്ടി, ചികിത്സക്ക് വേണ്ടി ഡോക്ടർ ഒരു ടെസ്റ്റ് എഴുതി. ടെസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട. അതിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് രോഗി മരണപ്പെട്ടു. ക്യാൻസർ സ്ഥിരീകരിച്ചു, സംഭവം ഉണ്ടെന്നുണ്ട്. പക്ഷെ ആ ക്യാൻസറിന് ടെസ്റ്റ് കൊടുത്ത റിസൾട്ട് വരുന്നതിന് മുമ്പ് ആള് മരണപ്പെട്ടു. 2 ആഴ്ച മുമ്പ് ഒരു ശനിയാഴ്ച അതുപോലെ ഒരു ദിവസം രാവിലെ നാട്ടിൽ നിന്ന് ഒരു അപ്പുറത്തെ ശാഖയിൽ നിന്നൊരു പ്രായമായ ആള് വിളിച്ചു, എനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്ത് അയാൾ അങ്ങനെ പറയാനുള്ള കാരണം? അവൻ വെറുതെ തമാശയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുന്നോ അങ്ങോട്ട് പോകുന്നു, പിന്നെ എന്താ പ്രശ്നം? അല്ല, എനിക്ക് നിങ്ങൾ കൂടെ ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് ഇരിക്കണം, നമുക്കൊരു ഭക്ഷണം കഴിക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ഒന്നുകൂടി ഉള്ളിറങ്ങി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ പഴയ ആളല്ല, കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രയാസമാണ്. ആ സ്നേഹത്തിന്റെ പേരിൽ, ആ ഒരു ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആഗ്രഹം പറഞ്ഞ പോലെ. എന്നിട്ട് അദ്ദേഹം ഓർഫനേജിലെ കുട്ടികൾക്ക് ഒരു ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞത് വേഗം കൊണ്ടേ കൊടുത്തു. നമുക്കൊന്നൊരുമിച്ച് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലുണ്ട്. 4 ഭാഗങ്ങളിലാണ് അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉള്ളത്. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് അത് മാറ്റാൻ പറ്റാവുന്ന സ്റ്റേജിലും മാറുന്ന തരത്തിലുള്ള ക്യാൻസറുമാണെന്ന് അൽഹംദുലില്ലാഹ് ഡോക്ടർ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു സമസ്ത പള്ളിയുടെ വലിയൊരു തലപ്പത്തിരുന്ന ആള് അവരോട് വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോന്നതാണ്. തൗഹീദിന് വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മനുഷ്യനാണ്.
അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളിൽ ലഘൂകരിച്ച് നൽകുമാറാകട്ടെ. മനുഷ്യൻ എന്ന നമ്മൾ ഇന്ന് കാണുന്ന ഒരു ജീവിത വ്യവസ്ഥ നാളായിക്കൊള്ളണമെന്നില്ല, ഇന്ന് കിട്ടുന്ന ആരോഗ്യം നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇന്ന് കിട്ടുന്ന നമ്മുടെ സമ്പത്ത് നാളെ വന്നോളണമെന്നില്ല. നമ്മുടെ ബിസിനസ് ഒന്ന് സ്റ്റോപ്പായാൽ, നമ്മളിപ്പോ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറുത് സംഭവിച്ചാൽ നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും താളം മറിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഗിനാക, നിന്റെ ഐശ്വര്യം ഉപയോഗിച്ചോ, ഖബല ഗിനാക ഖബല ഫഖരിക, ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ്. ഇന്ന് കൊടുക്കാൻ നമ്മളെടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഇന്ന് വേഗം കൊടുത്തോന്നതിന്റെ അർത്ഥം. സിഹതക ഖബല സഖമിക, ഇന്ന് നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോ, ഖബല സഖമിക, തൊട്ടടുത്ത നിമിഷം നീ ഒരു വലിയ രോഗത്തിന്റെ ഉടമയാകുന്നതിന്റെ മുമ്പ് ചിന്തിച്ചിട്ട് ആരോഗ്യം നന്നായി ക്രമീകരിച്ചോ. വഹയാതക ഖബല മൗതിക, മരണം വരുന്നതിന്റെ മുമ്പ് ജീവിതം നന്നായി ഒരുക്കിക്കോ. ഈ ചിന്തകളോടെ തഖ്വയുണ്ടാവുന്ന പ്രവർത്തനങ്ങളിലും തഖ്വക്ക് എതിരാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ഒരു വലിയ മനസ്സ്, നിങ്ങൾ വലിയ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ചെറുദോഷങ്ങൾ അല്ലാഹു തന്നെ പുറത്തു തരും. വയുദ്ഖിൽകും മുദ്ഖലൻ കരീമ, മാന്യമായ സ്ഥലത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കും. ആ ഒരു ഊർജത്തിന് പറയുന്ന പേരാണ് തഖ്വ. അത് നമുക്കൊരാൾക്കും അളക്കാൻ കഴിയൂല. ഒരാളുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന നന്മകളുടെ വലുപ്പം വലുതാണ് പടച്ചറബിന്റെ അടുത്ത്. ആളുകൾ നമുക്കിടയിൽ കാണുന്നവരാകില്ല, അവരുടെ സ്വകാര്യമായി നമ്മൾ അറിയാത്ത എത്രയോ നന്മ ചെയ്യുന്ന മനുഷ്യരുണ്ടാകും. അതുകൊണ്ട് അയാൾക്ക് തഖ്വല്ല, ഇയാൾക്ക് കൂടുതലുണ്ട്, ഇയാൾക്ക് കുറവാണ് എന്നൊന്നും നമുക്ക് നേർക്കുനേരെ നിർവചിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ ഉന്നതനാവുന്നത്, ഏറ്റവും ടോപ്പ് ദറജയിലെത്തുന്നത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വ ആരാണോ പാലിക്കുന്നത് അയാളായിരിക്കും അള്ളാന്റെ അടുത്ത് ഏറ്റവും ആദരണീയനായ മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മൂല്യങ്ങളുള്ള, നല്ല ഇഖ്ലാസോടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.